അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ബിഗ് ബോസിൻ്റെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡ് ഇപ്പോൾ എയർ ആയിരിക്കുകയാണ്. അതായത് എപ്പിസോഡ് നമ്പർ 8. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആദ്യം തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത് എവിക്ഷനിലൂടെയാണ്. അതായത് സാധാരണ നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് ടൈലൻഡിലാണ് എവിക്ഷൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മുന്നിലോട്ടേക്ക് കൊണ്ടുപോവുക. പക്ഷേ ഇത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും സാറ്റർഡേ എവിക്ഷൻ നടന്നിട്ടില്ല, സൺഡേയിലോട്ടേക്ക് എത്തി. നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ശൈത്യ ഔട്ടാവുന്നതായിരുന്നു. ശൈത്യ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇനാക്റ്റീവും ആ ഒരു രീതിയിലൊക്കെ പോവായിരുന്നു. പക്ഷേ ആദ്യം തന്നെ നമ്മുടെ മുൻഷി അണ്ണനെ പൊക്കി. മുൻഷി അണ്ണൻ പോയത് വളരെ നന്നായി. കാരണം പുള്ളിക്ക് തീരെ പൊട്ടൻഷ്യലൊന്നും ആ ഹൗസിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് ഉണ്ട് എന്നൊന്നും എനിക്ക് പേഴ്സണലി കണ്ടിട്ട് തോന്നുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലും ഇതുപോലെ കുറേ ആൾക്കാർ, ഇതുപോലെ കുറച്ച് ഒരു 50+ ആയിട്ടുള്ള ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റാതെ അതേപടി ഔട്ടായിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ രജിത് കുമാർ മാത്രമേ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ അത്രയും ഒരു ബെസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് ആൾക്കാരുടെ സ്നേഹവും ഇഷ്ടവും ഫാൻഷിപ്പും എല്ലാം ഉണ്ടാക്കിയിട്ട് മുന്നിലോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ള അത്ര ഏജ് ഉള്ള ഒരാൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും സംശയമുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ശൈത്യ ഇന്ന് കുറച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ കുറച്ചും കൂടി തിരിച്ചറിവും ഉള്ളൊരു പൊസിഷനിലോട്ടേക്ക് എത്തി എന്നാണ് പേഴ്സണലി ഇന്നത്തെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യലും ഒരു ചെറിയൊരു സ്പാർക്കും ബിൽഡപ്പായിട്ട് വരുന്നതായിട്ടും പേഴ്സണലി ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രതീക്ഷ ആ ഒരു കണ്ടസ്റ്റൻറ്റ് തരുന്നുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ പരാതിപ്പെട്ടിയുടെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അനീഷിനെതിരെ ഒരു പരാതിപ്പെട്ടി, ബാക്കി എല്ലാവരുടെയും ഒരു പരാതികളുമായിട്ടാണ് വന്നത്. അനീഷ് നമുക്കറിയാം അമ്മാതിരി രീതിയിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ ചൊറിയൽ എവിടെയൊക്കെയോ ഒരു ഇൻട്രസ്റ്റും കൂടി പ്രേക്ഷകരുടെ ഇടയിൽ സൃഷ്ടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതിര് വിട്ട ചൊറിയലാണ് ഇന്ന് അനീഷ് കാണിച്ചത്. അതായത് ആദില നൂറേൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വിവേകവും ഇല്ലാത്ത രീതിയിൽ മരപ്പൊട്ടനെ പോലെ വിവരക്കേട് വിളിച്ച് തള്ളുകയാണ് അനീഷ് ചെയ്തത്. അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരിക്കലും ആരും അങ്ങനത്തെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് പറയാൻ പാടില്ല. അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അവർ അത്രയും യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ അത്രയും ഹാർഡ്ഷിപ്പിലൂടെയും ഒക്കെ എത്രത്തോളം പോയിട്ടുണ്ടെന്ന് അവർക്കേ അറിയൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കറിയാം, ന്യൂസിലും കാര്യങ്ങളിലൊക്കെ വന്നാൽ. അതല്ലാതെ അവർ അനുഭവിച്ചിരിക്കുന്ന എത്രയോ വലിയ കാര്യങ്ങളുണ്ടാകും. അത് തികച്ചും ഒരു കണ്ടൻറ്റിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് വൃത്തികേട് തള്ളുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ബാഡ് മീൻസ് സോ ചീപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഈ മനുഷ്യൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇയാളുടെ ഈ ചൊറിയലും ഒരു വിവരക്കേടും വിഡ്ഢിത്തരവും കാണുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഫൺ ഉണ്ടാവുന്നുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഹൗസിലുള്ള കംപ്ലീറ്റ് 19 ആൾക്കാർ ഇയാളുടെ എതിരെ മാറിയിട്ടുണ്ട്. അതും ഇയാളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എവ്രിതിങ് ഈസ് ഗെയിം ഫോർ ഹിം, എവ്രിതിങ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇയാൾ ഈ 5 വർഷം ഇരുന്ന് പഠിച്ച് വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ആദില നൂറ കേസിൽ ലാലേട്ടൻ കൃത്യമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ഇത് അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു. അനീഷ് എന്താ പറയുക, അനീഷിന് ഉത്തരം കിട്ടാത്ത തരത്തിലായിപ്പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. അയാളുടെ പേഴ്സണൽ ലൈഫിലുണ്ടായിരുന്ന ഒരു കാര്യം ഇന്ന് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യട്ടെ, അവരിങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ എന്ന് ചൊറി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതിനെക്കാട്ടും എത്രയോ വലുതാണ് സ്വന്തം പാരൻസുമായിട്ട് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തുക ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെക്കാട്ടും എത്രയോ വലുതായിട്ടുള്ളൊരു സംഭവമാണ്. അതൊന്നും മനസ്സിലാക്കാനുള്ള വിവേകമൊന്നും ഈ മനുഷ്യനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതിന് ലാലേട്ടൻ കൃത്യമായിട്ടുള്ള ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജയിലിലിരുന്ന ആപ്പാൻ ശരത്ത് അനുമോളിൻ്റെ സംഭവങ്ങൾ, അവർ ജയിൽ റൂൾസ് പാലിക്കാതെ പുറത്തു പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കുസൃതിയും സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫൺ എലമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലും നോട്ടീസ് ചെയ്ത് അതനുസരിച്ചുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഇനി ശിക്ഷകളും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടാവുമെന്നറിയില്ല. അടുത്ത പ്രാവശ്യം ജയിലിൽ ആരെങ്കിലും ഇമാതിരി കളി കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പണി അവർ കൊടുക്കുന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഫസ്റ്റ് വീക്ക് വളരെ നീറ്റ് ആൻഡ് ഡീസൻ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. 2 എപ്പിസോഡും തീപ്പൊരി ഐറ്റമാണ്. ഒരൊറ്റൊരു സാധനം വിട്ടിട്ടില്ല. എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കി എല്ലാവരും ഹൗസിൽ സേഫാണ്. മുൻഷി രഞ്ജിത്ത് മാത്രമേ ഹൗസിൽ നിന്ന് ഔട്ടായിട്ടുള്ളൂ. അതും ഒരു നല്ലൊരു കാര്യം. അതുപോലെ തന്നെ ഇതൊക്കെ വായിച്ചിട്ടുള്ള ഇവരുടെ പരാതികളും സംഭവങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ലാലേട്ടൻ പറഞ്ഞത് ഇതൊരു കിൻഡർ ഗാർഡൻ്റെ പോലെ തോന്നുന്നുണ്ട് എന്നാണ്
പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീക്ക് തൊട്ടിട്ട് കിഡിലൻ ടാസ്കും ഒക്കെ നല്ല ഫിസിക്കൽ ടാസ്കും നല്ല കിഡിലനായിട്ടുള്ള പണികളും ഒക്കെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും അത് ഇരുന്നിട്ട് നോക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ഹോൾ വീക്കിൻ്റെ ഒരു ടോട്ടൽ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് അനീഷായിരുന്നു തുടക്കം തൊട്ട് തന്നെ. പക്ഷേ അനീഷാണ് ഏറ്റവും കൂടുതൽ സ്പേസും കണ്ടൻറ്റും എല്ലാം അനീഷിന് ചുറ്റിപ്പറ്റിയാണ്. അതുപോലെ തന്നെ ആതിര നൂറയും ഒരു ലവ് നമുക്ക് അവരുടെ ഒട്ടേക്ക് തോന്നുന്നുണ്ട്. ബേസിക്കലി അവർ നല്ലൊരു മനുഷ്യരായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ ഗിസലും നല്ല ഫണ്ടായിരുന്നു. പക്ഷേ ഗിസലായിട്ട് സ്വന്തമായിട്ടൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വെയിറ്റേജുള്ള ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ വന്നതായിട്ട് കണ്ടിട്ടില്ല. മേ ബി അവരെല്ലാവരും ഒന്ന് സ്റ്റഡി ചെയ്ത് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്ക് തൊട്ട് കുറേ ക്യാരക്ടേഴ്സ് എല്ലാവരുടെയും എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫസ്റ്റ് വീക്കിനെ കുറിച്ച് തോന്നുന്നത്? നിങ്ങൾക്കുള്ള ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണ്? അതൊക്കെ കമൻറ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ചാനൽ. നമ്മൾ 700+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.